നെവിൻ ഷാനവാസ് വിഷയം ഇതാ ഹൗസിനുള്ളിൽ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നു. ഷാനവാസിന്റെ ഗെയിംസ് എല്ലാം ചീപ്പാണെന്ന് പറഞ്ഞ് നെവിൻ്റെ മുഖത്ത് നോക്കി പറയുകയായിരുന്നു, എന്തായാലും നീ ചെയ്ത അത്രയും വൃത്തികേടൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന്. പിന്നെ അവിടെ ആകെ ബഹളമായിരുന്നു. നെവിൻ ഷാനവാസിനോട് പറഞ്ഞു, ഞാൻ തന്നോട് എന്താണ് ചെയ്തതെന്ന് താൻ ഇവിടെ എല്ലാവരുടെ മുന്നിലും വിളിച്ചു പറയൂ. ഇത്രയും ക്യാമറകളെല്ലാം ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരുവിധ പേടിയുമില്ല, താൻ പറയടോ എന്നായിരുന്നു നെവിൻ പറഞ്ഞത്. ഷാനവാസിന്റെ മുഖത്ത് നോക്കി അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ ഷാനവാസ് ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നെവിൻ ചെയ്ത കാര്യങ്ങളൊന്നും വിളിച്ചു പറയുവാൻ ഷാനവാസ് തയ്യാറായിരുന്നില്ല. നെവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും നിന്നത്. അവൻ ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരു ഹൗസ്മേറ്റാണ്, അതുകൊണ്ട് തന്നെ ഇല്ലാത്ത വചനങ്ങളൊന്നും പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നായിരുന്നു മറ്റുള്ള ഹൗസ്മേറ്റ്സ് പറഞ്ഞത്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് തെളിയിക്കണമെന്ന് മുൻപ് പറഞ്ഞെങ്കിലും നെവിൻ ഇന്ന് പറഞ്ഞു, എനിക്ക് ജസ്റ്റിസ് ആവശ്യമുണ്ട്, എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം, അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഇവിടെ ചർച്ച ചെയ്യണമെന്നായിരുന്നു നെവിൻ പറഞ്ഞത്. എന്നാൽ ഷാനവാസ് അവിടെ ആ സഭയിൽ നിന്ന് എണീറ്റ് പോവുകയായിരുന്നു. തനിക്ക് ഇവിടെ ടാസ്കിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും സംസാരിക്കുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയായിരുന്നു, ചെവിയും പൊത്തി. ഇതിനിടയിൽ ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ ചെറുതായി ആദിലയുടെ മുകളിലേക്കും ഇട്ടു. ആദിലയാണ് നിന്നെക്കുറിച്ച് പറഞ്ഞത്, നോമിനേറ്റ് ചെയ്തത് എന്നെല്ലാം ഷാനവാസ് പറഞ്ഞു. അപ്പോൾ നെവിൻ ചെന്ന് ആദിലയോട് പറഞ്ഞു, കണ്ടില്ലേ നീ അയാളുടെ ഇരട്ടത്താപ്പ്, ഇനിയെങ്കിലും മനസ്സിലാക്കൂ എന്ന്. നെവിൻ്റെ ജസ്റ്റിസിന് വേണ്ടി മറ്റുള്ള ഹൗസ്മേറ്റ്സും കൂട്ടം ചേർന്ന് നിന്നു. ബിഗ് ബോസിനോട് പറഞ്ഞു, ഇതിലൊരു തീരുമാനമാവാതെ ഞങ്ങളാരും ടാസ്ക് ചെയ്യില്ല എന്ന്. പിന്നെ അവിടെ ഒരു വൻ പ്രതിഷേധം തന്നെയായിരുന്നു. തമ്മിൽ അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പുതുതായി BB ഹൗസിൽ ഒരു അലാറം മുഴങ്ങി, അത് ഒരു വാർണിംഗ് തന്നെയായിരുന്നു. എല്ലാവരോടും ശാന്തമായി ഇരിക്കുവാൻ ബിഗ് ബോസ് പറഞ്ഞു. എന്തുതന്നെയായാലും ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ സെൻസിറ്റീവായി നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തീർച്ചയായും ഇത് ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയായിരിക്കും. കൂടുതൽ BB അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.